നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച അപകടമായിരുന്നു 12-ാം തീയതി കുവൈറ്റിലുണ്ടായ തീപിടുത്തം. ആ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടത് 49 പേർ, ജീവൻ നഷ്ടപ്പെട്ടത് 24 മലയാളികൾക്ക്. ഇന്ത്യ ഗവൺമെൻറ് വളരെ വേഗം തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മരണപ്പെട്ടവരുടെ, അപകടത്തിൽപ്പെട്ടവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു. കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ രാജ്യത്തേക്ക് എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്: ഇത്രത്തോളം ഗുരുതരമായ ഈ കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദി ആരാണ്? ആരുടെ പിഴവാണ് ഇത്രത്തോളം ജീവനുകൾ പൊലിയാൻ ഇടയാക്കിയത്? അതിൽ മറ്റൊരു ഉത്തരമില്ല. കുവൈറ്റ് സർക്കാർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. കുവൈറ്റ് ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. കേവലം ഒരു മലയാളിയായ വ്യവസായിയുടെ തലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം കെട്ടിവയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. NBTC എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാമിനെ ഇതിൻ്റെ ഉത്തരവാദിയാക്കി മുദ്ര കുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. എങ്ങനെയാണ് ഒരു മലയാളി വ്യവസായി ഈ കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിയാകുന്നത്? എങ്ങനെയാണ് ഒരു മലയാളി വ്യവസായി ഈ അപകടത്തിൻ്റെ മുഖ്യ പ്രതിയാകുന്നത്? അദ്ദേഹം എന്തു തെറ്റാണ് ചെയ്തത്? അദ്ദേഹം രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട്, അദ്ദേഹം ചോര നീരാക്കിക്കൊണ്ട് കുവൈറ്റ് എന്ന ഒരു രാജ്യത്തൊരു വ്യവസായ സംരംഭം കെട്ടിപ്പടുത്തു. മലയാളികളായ എത്രയോ പേർ വിദേശത്ത് ഇതുപോലെയുള്ള വ്യവസായ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുന്നു. അവിടെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് മലയാളികളായ പാവപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഒരു സൗഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ജോലി നൽകി. തൻ്റെ കമ്പനിയിൽ ജോലിക്കെത്തിയ മലയാളികൾക്ക് താമസിക്കാൻ ഒരിടം നൽകി, തലചായ്ക്കാൻ ഒരു കൂര നൽകി. അതാണോ KG എബ്രഹാം എന്ന് പറയുന്ന സാധാരണക്കാരൻ ചെയ്ത തെറ്റ്? അവിടെ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? വലിയ സമ്പന്ന രാജ്യമല്ലേ കുവൈറ്റ്. അതുപോലെ തന്നെ വലിയ അധികാരങ്ങളുള്ള, സ്വന്തം നിയമമുള്ള, ശരീഅത്ത് നിയമമടക്കം നടപ്പിലാക്കുന്ന ഒരു സർക്കാരല്ലേ അവിടെ ഭരിക്കുന്നത്. തെറ്റിന് കഴുത്തറക്കുന്ന ശിക്ഷ കൊടുക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാർ ഭരണം നടത്തുന്ന ഒരു രാജ്യത്ത് കെട്ടിടങ്ങളുടെ പ്രാഥമികമായ നിയമങ്ങൾ പോലും പാലിക്കപ്പെടാതെ ഒരു കെട്ടിടം എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുക? ഏത് അറബിയുടേതാണ് ഈ കെട്ടിടം? ഏത് അറബിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അപകടം സംഭവിച്ച കെട്ടിടം? ഇതുവരെ അത് സംബന്ധിച്ച പരിശോധന ഉണ്ടായിട്ടില്ല. ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അവിടുത്തെ സൂപ്പർവൈസറെ ആരെയോ അറസ്റ്റ് ചെയ്തു എന്നതിനപ്പുറം ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായ അറബിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? ഈ കെട്ടിടത്തിന് യഥാസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത, അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം കൃത്യമായി പരിശോധിക്കാത്ത കുവൈറ്റ് സർക്കാരിലെ ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഈ കെട്ടിടത്തിൻ്റെ ഉടമയ്ക്ക് കുവൈറ്റിലെ രാജകുടുംബവുമായി ബന്ധമുണ്ടെന്ന് ആരോപണം ഉയരുമ്പോൾ എന്തുകൊണ്ട് ആ ആരോപണത്തെക്കുറിച്ച്, ആ ബന്ധത്തെക്കുറിച്ച് കുവൈറ്റ് സർക്കാർ അംഗീകരിക്കുന്നില്ല, കുവൈറ്റ് സർക്കാർ അന്വേഷിക്കുന്നില്ല? ഇവിടെ കേവലം ഒരു മലയാളിയുടെ തലയിൽ ഇതിൻ്റെ പാപഭാരം ചുമത്തിക്കൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് അധികാരികൾ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട കുവൈറ്റ് സർക്കാർ ശ്രമിക്കുന്നത്. അതിന് ഒത്താശ ചെയ്യാൻ ചില മാധ്യമങ്ങളുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ മലയാളികളായ വ്യവസായ പ്രമുഖർ ഇടപെടണം. MA യൂസഫ് അലിയെ പോലെ ലോകമറിയുന്ന മലയാളി വ്യവസായികൾ ഇടപെടണം. ഒരു പാവപ്പെട്ട മലയാളി വ്യവസായിയെ ഇതിൻ്റെ പേരിൽ ക്രൂശിക്കാൻ അനുവദിക്കരുത്. KG എബ്രഹാം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ മാത്രം ഇതിൽ ബലിയാടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അദ്ദേഹം ഇതിൽ ഉത്തരവാദി അല്ലെങ്കിൽ കൂടി അദ്ദേഹം മാതൃകാപരമായ നടപടിയല്ലേ സ്വീകരിച്ചത്? ഈ അപകടം സംഭവിച്ചതിന് പിറ്റേ ദിവസം തന്നെ ചില മലയാള മാധ്യമങ്ങളടക്കം KG എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ദുരൂഹതയുടെ ഉറവിടമാണ്, അദ്ദേഹം ഒളിവിൽ പോയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ ദുരൂഹത നിറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് പൊടുപ്പും തൊങ്ങലും കൊണ്ട് കഥകൾ മെനയുന്ന തിരക്കിലായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ്? അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു, തുറന്നു പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു. പച്ചയായ വൈകാരികമായ ഒരു മനുഷ്യൻ്റെ പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. 8 ലക്ഷം രൂപ ഓരോ മരിച്ച മലയാളികളുടെയും കുടുംബത്തിന് നൽകുമെന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതൊന്നുമല്ല, 4 വർഷക്കാലത്തെ അവരുടെ ശമ്പളം ആനുകൂല്യമായി നൽകും. ഇൻഷുറൻസ് തുകയ്ക്ക് പുറമേ ഇത്രയൊക്കെ ചെയ്യുന്നത് മനുഷ്യത്വത്തിൻ്റെ ഫലമായിട്ടല്ലേ? ഇത്രയൊക്കെ ആരാണ് ചെയ്യുന്നത്?
അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇൻഷുറൻസ് തുക അവർക്ക് ലഭിക്കാമെന്ന് പറഞ്ഞ് ഇതിൽ നിന്നും കൈയൂരാമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് കമ്പനിയുടെ തെറ്റുകൊണ്ടല്ല ഇത് സംഭവിച്ചത്, എങ്കിലും അപകടത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ആ കെട്ടിടം വാടകയ്ക്കെടുത്തതാണ്. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ അറബിയാണ്. ആ കെട്ടിടത്തിൽ പ്രത്യേകം മെസ്സ് പ്രവർത്തിച്ചിരുന്നു. ജീവനക്കാരൊന്നും തന്നെ അവരവരുടെ മുറികളിൽ പാചകം ചെയ്തിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാസ് പൊട്ടിത്തെറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അപകടമല്ല ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള അപകടമാണ് ഉണ്ടായത്. അതും സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. അവിടെ നിന്നാണ് തീ പടർന്നത്. അപ്പോൾ അപകടത്തിൻ്റെ കാരണം തന്നെ വ്യക്തമാണ്. ശരിയല്ലാത്ത നിർമ്മാണ രീതി അല്ലെങ്കിൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന തരത്തിൽ അപകടത്തിന് കാരണമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതൊന്നുമല്ല. ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവിടെ ഇത്രത്തോളം വലിയ തീപിടുത്തം ആ കെട്ടിടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. വലിയ സമ്പന്ന രാജ്യമല്ലേ, എണ്ണ കുഴിച്ചെടുത്ത് ലോകത്തിന് മുഴുവൻ വിറ്റ് പണം വാരുന്ന സമ്പന്ന രാജ്യമായ കുവൈറ്റിലെ എന്തുകൊണ്ട് കുവൈറ്റിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കർശനമാക്കാൻ കഴിയുന്നില്ല? ഇന്ത്യക്കാരുടെ 49 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ എന്തുകൊണ്ടാണ് ഉദാസീനമായൊരു സമീപനം കുവൈറ്റ് സർക്കാർ സ്വീകരിക്കുന്നത്? മാതൃകാപരമായൊരു നടപടി ഈ അപകടത്തിന് ശേഷം എവിടെയാണ് കുവൈറ്റ് സർക്കാർ എടുത്തത്? ഒരു വ്യവസായിയെ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ തലയിൽ ഇതിൻ്റെ അപകടത്തിൻ്റെ മുഴുവൻ പാപഭാരങ്ങളും തള്ളിക്കൊണ്ട് യഥാർത്ഥ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുകയല്ലേ കുവൈറ്റ് സർക്കാർ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടാണ് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനമെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ എത്ര വലിയ അറബിയായിരുന്നാലും എത്ര വലിയ കുവൈറ്റുകാരനായിരുന്നാലും അയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയല്ലേ വേണ്ടത്? ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാതെ നൽകിയ ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയല്ലേ വേണ്ടത്? അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രവൃത്തി ചെയ്ത ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയെല്ലാം കൃത്യമായ കേസെടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അതൊന്നും എടുക്കുന്നില്ല ഈ കുവൈറ്റ് സർക്കാർ എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യനെ, ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്ത തെറ്റ് വ്യവസായം ചെയ്തു എന്നുള്ളതാണ്. വ്യവസായത്തിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടു പ്രയത്നിച്ചു. വ്യവസായം വളർന്നപ്പോൾ നാട്ടിലുള്ള ഒരുപറ്റം ആളുകൾക്ക് ജോലി കൊടുത്തു, ശമ്പളം കൊടുത്തു, അവരെ തീറ്റിപ്പോറ്റി, അവർക്ക് കന്തി ഉറങ്ങാനും കിടന്നുറങ്ങാനും ഒരു സ്ഥലം കൊടുത്തു. ആ സ്ഥലം വാടകയ്ക്കെടുത്തു, വാടക കൃത്യമായി കൊടുത്തു. വാടക കെട്ടിടത്തിലുണ്ടായ അപകടത്തിൽ അദ്ദേഹമാണിപ്പോൾ കുറ്റക്കാരൻ. വാടക കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന് കുറ്റമില്ല, വാടക കെട്ടിടത്തിന് നടത്തിപ്പുകാരന് കുറ്റമില്ല, വാടക കെട്ടിടം അവിടെ നിർമ്മിച്ച് അതിന് ഫിറ്റ്നസ് കൊടുത്ത ആളിന് കുറ്റമില്ല. അവർക്കൊന്നും ഒരു കുറ്റവുമില്ല. പാവപ്പെട്ടൊരു മലയാളിയുടെ തലയിൽ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം കെട്ടിവെച്ച് ഒളിച്ചോടാനുള്ള ഹീനമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ മലയാളത്തിലെ വ്യവസായികൾ ഇടപെടണം, മലയാളികളായ ലോകോത്തര വ്യവസായികൾ ഇടപെടണം. ഇവിടെ അപകടം നടന്നതിന് ശേഷം പോലും അവിടെ ഒരു ഫയർ എഞ്ചിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതാണ്. കുവൈറ്റ് പോലെ രാജ്യം, എല്ലാ തരത്തിലും സമ്പന്നമെന്നും അത്യാധുനികമെന്നുമൊക്കെ നിരന്തരം വീമ്പ് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് ഒരു കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിനകത്തുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിൽ പരം നാണക്കേടും ഇതിൽ പരം ഗതികേടും മറ്റെന്താണ്? ഇവിടെ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഒരു കെട്ടിടത്തിന് തീപിടിച്ചാൽ 10 മിനിറ്റിനുള്ളിൽ അവിടെ ഫയർഫോഴ്സിൻ്റെ വാഹനമെത്തും, രക്ഷാപ്രവർത്തനം തുടങ്ങും. ആ സാഹചര്യത്തിലാണ് ഇത്രയും ലോകോത്തര സൗകര്യങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു കെട്ടിടത്തിൽ തീപിടിച്ചിട്ട് മണിക്കൂറുകൾ അതിനുള്ളിൽ മനുഷ്യർ ജീവന് വേണ്ടി മല്ലടിക്കുമ്പോഴും ഒന്നും ചെയ്യാനാകാതെ ആളുകൾ നോക്കി നിൽക്കേണ്ട സാഹചര്യമുണ്ടായത്. ഇത് സമാനതകളില്ലാത്ത വീഴ്ചയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ വീഴ്ചകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം. യഥാർത്ഥ പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ പരിശോധന ഉണ്ടാകണം. ഇതിന് പിന്നിൽ കുറ്റക്കാരായിട്ടുള്ള അറബികളുണ്ടെങ്കിൽ, കുവൈറ്റുകാരുണ്ടെങ്കിൽ അവർക്കെതിരെയാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. അവരെയാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. അവർക്കെതിരെയാണ് മാതൃകാപരമായ നടപടി ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട മലയാളി വ്യവസായിയുടെ തലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം കെട്ടിവെച്ചുകൊണ്ട് തലയൂരാനുള്ള ശ്രമമല്ല വേണ്ടത്. ഇന്ത്യൻ സർക്കാർ തന്നെ ഇതിൽ ഇടപെടണം. മലയാളികൾ 24 പേർ മരണപ്പെട്ട, നിരവധി ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ഈ സംഭവത്തിലെ
കൃത്യമായ വീഴ്ചകൾ സംബന്ധിച്ച് ആരുടെ ഭാഗത്താണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച് ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായ ഇടപെടൽ നടത്തണം. ഇന്ത്യൻ എംബസി ഔദ്യോഗികമായ ഇടപെടൽ നടത്തണം. ഒരു മലയാളി വ്യവസായിയെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യണം. അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കണം മലയാളത്തിലെ വ്യവസായ പ്രമുഖരെല്ലാം. ഇന്ത്യൻ സർക്കാർ, കേരള സർക്കാർ അടക്കം ഈ വ്യവസായി KG എബ്രഹാമിന് പിന്നിൽ അണിനിരക്കണം. NBTC എന്ന് പറയുന്ന ഒരു വ്യവസായ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത ഒരു സാധാരണക്കാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയശുദ്ധിയാണ് അത് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വമാണ് അതിലൂടെ പുറത്തു വരുന്നത്. അത്തരമൊരു മനുഷ്യനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും മലയാളിക്കുണ്ട്, ഇന്ത്യക്കാർക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതെ പോകരുത്. കുവൈറ്റ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അവർ പാലിച്ചേ തീരൂ, അവർ കാണിച്ചേ തീരൂ. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.